ഇന്ന് നമ്മുടെ വണ്ടിക്ക് പ്രത്യേകിച്ച് ട്രിപ്പ് ഒന്നും ഇല്ലാത്ത ദിവസമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെറുക്കിനെ എടുത്തുകൊണ്ട് ഞാനും ചേട്ടനും ഒരു സ്ഥലം വരെ പോകാൻ പോവാം. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ എപ്പോഴും ബ്ലോക്ക് ആവുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ബാലരാമപുരം. ബാലരാമപുരം ജംഗ്ഷനിൽ ബ്ലോക്കിന്റെ ഇടയിലൂടെ ബസ് വളച്ചെടുക്കുന്നത് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഒരുവിധം എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഞാനും ചേട്ടനും കൂടെ ബാലരാമപുരം ജംഗ്ഷനിലൂടെ കാട്ടാക്കട ലക്ഷ്യമാക്കി പോവുകയാണ്. നമ്മുടെ ചെറുക്കിന്റെ ടയർ ഭാഗം മൊത്തം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോക്ക്. നമ്മുടെ ഈ ലൈലൻഡ് ചെറുക്കിന്റെ ഹോട്ട് സീറ്റ് ഇപ്പം കൈകാര്യം ചെയ്യുന്നത് ചേട്ടൻ തന്നെയാണ്. ലൈലൻഡ് എന്തുകൊണ്ട് വികാരമായെന്ന് ഈ വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. റോഡിൽ വലിയ ബ്ലോക്ക് ഒന്നും ഇല്ലാതിരുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ കാട്ടാക്കടയിലുള്ള SS ടയേഴ്സിൽ ടയർ മാറ്റാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ വണ്ടി നേരത്തെ വെച്ചിരുന്ന ന്യൂവിന്റെ ടീം ടയറിന്റെ കാര്യങ്ങൾ മൊത്തം നോക്കാൻ വേണ്ടിയിട്ട് ഈ കടയാണ് ആശ്രയിച്ചിരുന്നത്. അങ്ങനെ അവര് പറഞ്ഞു തന്നതുകൊണ്ടാണ് ടയറിനൊരു പ്രശ്നം വന്നപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഓടി വന്നു. അപ്പോഴാണ് പുളിക്കലിന്റെ വണ്ടിയും കൊണ്ട് സന്തോഷം പിന്നെ എന്നെ എപ്പോൾ കണ്ടാലും ഒറ്റ ചോദ്യമേ ചോദിക്കാറുള്ളൂ, നിങ്ങൾ അറിഞ്ഞായിരുന്നോടെ. പിന്നെ കുറെ നേരത്തേക്ക് ഞാനും സന്തോഷം തന്നെ കൂടെ പഴയ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ പണി തുടങ്ങി. ഇവിടുത്തെ മെയിൻ ഒരു പണിക്കാരൻ മാമൻ വണ്ടിയുടെ അകത്ത് കയറി ജാക്കി വെക്കുന്നതാണ് ആദ്യത്തെ പരിപാടി. ഒരാൾ ജാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ മറ്റൊരാൾ ഇവിടെ ടയർ അഴിക്കുന്ന പണി തുടങ്ങി. നെറ്റ് അഴിക്കുന്ന മെഷീൻ ഉള്ളതുകൊണ്ട് ഈ ടയർ അഴിക്കുന്ന പണി എളുപ്പമായിരുന്നു. അങ്ങനെ ഒരു ടയർ അഴിച്ച് കട്ടയിടാൻ കൊടുത്തിട്ട് നമ്മൾ ആ ടയറിന്റെ അവിടെ സ്റ്റെപ്പിന് ടയർ ഇട്ട് നമ്മൾ നേരെ ഷെഡിലേക്ക് തിരിച്ചു പോവാണ്. ടയർ കട്ടയൊക്കെ ഇട്ട് നാളെ സെറ്റ് ആയിട്ട് നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. നമ്മുടെ വണ്ടിയും കൊണ്ട് തിരിച്ച് നന്ദുവണ്ണന്റെ ഷെഡിലെത്തിയപ്പോഴാണ് ആ കാഴ്ച കണ്ട് നമ്മൾ ഞെട്ടിപ്പോയി. പണിക്കാരൻ ഒരുപാടുണ്ടായിരുന്നിട്ടും നന്ദു ട്രാവൽസിന്റെ മുതലാളിമാരിൽ ഒരാളായ കണ്ണാടൻ തന്നെയാണ് ഈ 34 സീറ്റിന്റെ പണി മൊത്തം ഇപ്പം ചെയ്യുന്നത്. വണ്ടി വൃത്തിയാക്കുന്നത് പുള്ളിക്ക് കഷ്ടപ്പാടുള്ള ഒരു പണിയല്ല, മറിച്ച് അതൊരു ഹോബിയാണ്. ഒരു ദിവസം മുഴുവനും എടുത്ത് വണ്ടിയുടെ അടിമുടി വൃത്തിയാക്കുന്നതാണ് പുള്ളിയുടെ ഹോബി. കണ്ണാണ് ഇവിടെ കഷ്ടപ്പെട്ട് വണ്ടി വൃത്തിയാക്കുമ്പോൾ ഇവിടെ രണ്ടെണ്ണം ഇതൊന്നും കാണാത്ത പോലെയാണ് കയറിയിരിക്കുന്നത്. പണിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളതും എന്നാൽ കൺട്രാക്ട് വിടുന്നതിൽ PhD എടുത്തിട്ടുള്ളത് രണ്ടുപേരാണ് കിരണണ്ണനും എന്റെ ചേട്ടൻ. കണ്ണാടൻ പണിയെടുക്കുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഞാനിവിടെ സൈഡിൽ നിൽപ്പുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് വണ്ടി കഴിയുന്നത് മാത്രമല്ല, ദാ ഈ കാണുന്ന പോലെ വെള്ള നിറത്തിലാവാൻ കാരണം പുള്ളി ഒറ്റയ്ക്ക് കൈ കൊണ്ട് പോളിഷ് ചെയ്തത്. അങ്ങനെ കണ്ണാണ് ഒറ്റയ്ക്ക് വണ്ടി ഏകദേശം പോളിഷ് ചെയ്തും വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ റിജോയ് പിന്നീട് ഡിക്കി വൃത്തിയാക്കാനും ഡിക്കി കഴുവാനും ഒക്കെ കണ്ണാണനെ സഹായിച്ചത് റിജോയ്. അപ്പോഴും ഇതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ ഇവിടെ സൈഡിൽ വെറുതെ നിൽപ്പുണ്ട്. ഓരോന്ന് വൃത്തിയാക്കി കഴിയുമ്പോഴും പണിയെല്ലാം കഴിഞ്ഞെന്ന് വിചാരിക്കും. അപ്പോഴേക്കും കണ്ണാണ് അടുത്ത സാധനം കൊണ്ട് വൃത്തിയാക്കാൻ ഇവിടെ വന്നിരിക്കും.